നമസ്കാരം. ആസ്ട്രോളജി ടാക്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വീടിൻ്റെ കന്നിമൂലയിൽ എന്തെല്ലാം ചെടികൾ വളർത്താം എന്നതിനെക്കുറിച്ചാണ്. വീടിൻ്റെ കന്നിമൂലയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചില ചെടികൾ വളർത്തുന്നത് വാസ്തുശാസ്ത്രപരമായി വളരെ നല്ലതാണ്. വീടിൻ്റെ കന്നിമൂല വരുന്ന ഭാഗത്ത് ഉയരമുള്ളതും ബലമുള്ളതുമായ വൃക്ഷങ്ങൾ നടുന്നതാണ് ഉത്തമം. കന്നിമൂലയിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ചെടികൾ തുളസി, കറുക, മുക്കുറ്റി, മഞ്ഞൾ, ചെത്തി ഇവ നടുന്നതാണ് ഏറ്റവും ഉത്തമം. തുളസി വീടിൻ്റെ ഐശ്വര്യത്തിനും ദോഷങ്ങൾ അകറ്റുന്നതിനും കന്നിമൂലയിൽ തുളസി നടുന്നത് ഏറ്റവും നല്ലതാണ്. കറുക, മുക്കുറ്റി ഈ ചെടികൾ കന്നിമൂലയിൽ നട്ടു വളർത്തുന്നത് വീട്ടിൽ ധനലാഭവും പോസിറ്റീവ് ഊർജവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വാസ്തുശാസ്ത്രപ്രകാരം കന്നിമൂലയിൽ മഞ്ഞൾ നടുന്നതും വളരെ നല്ലതാണ്. പൂന്തോട്ടമായി വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ചെത്തി. വാസ്തുശാസ്ത്രപ്രകാരം 8 ദിക്കുകളിൽ ഏറ്റവും ശക്തിയേറിയ ദിക്കാണ് കന്നിമൂല. ഈ ദിശയുമായി ബന്ധപ്പെട്ട് വാസ്തുവിൽ ചില കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇവ ശ്രദ്ധിച്ചാൽ തന്നെ വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടതകളും അകന്ന് സമ്പദ് സമൃദ്ധി വരും. ഭംഗിക്കായി വീട്ടുമുറ്റത്ത് ചെടികൾ നട്ടുവളർത്തുന്നത് ഭംഗിക്ക് മാത്രമല്ല, വീടുകളിൽ സന്തോഷം നിറയ്ക്കാനും നല്ലതാണ്. വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹത്തിന് ചുറ്റും നട്ടുവളർത്തേണ്ട ചെടികളെയും വൃക്ഷങ്ങളെയും വളരെയേറെ ശ്രദ്ധിക്കണം. ഇവ ശുദ്ധമായ അന്തരീക്ഷവും കുളിർമയും മാത്രമല്ല, ജീവിതത്തിൽ അനുകൂലമായ ഊർജവും തരുന്നു. തുളസി, കറുക, മുക്കുറ്റി ഈ ചെടികൾ മാത്രമല്ല, ചെറിയ ഉയരത്തിൽ വളരുന്ന മറ്റു ചെടികളും മരങ്ങളും ഈ ഭാഗത്ത് നടാവുന്നതാണ്. വാസ്തുശാസ്ത്രപ്രകാരം കന്നിമൂലയിൽ ചെടികൾ വളരുന്തോറും ധനം വന്നു ചേരും എന്നാണ് വിശ്വാസം. എന്നാൽ കന്നിമൂലയിൽ ചില ചെടികൾ നടാൻ പാടില്ല. എന്നാൽ പുളിമരം പോലെയുള്ള വലിയ വൃക്ഷങ്ങൾ കന്നിമൂലയിലോ വീടിൻ്റെ പരിസരത്തോ നടരുത്. പുളിമരത്തിൻ്റെ വേരുകൾ വീടിന് ചുറ്റും വന്ന് കേടുപാടുകൾ വരുത്തുമെന്നതാണ് ഇതിന് പ്രധാന കാരണം. അതുകൊണ്ട് പുളിമരം വീടിന് കുറെ അകലെയായി മാത്രമേ നടാവൂ. ഇവയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ വീട്ടിലുള്ള ഒരുവിധ കഷ്ടതകളും ദാരിദ്ര്യവും മാറും. വീടിൻ്റെ കന്നിമൂലയിൽ മഞ്ഞൾ നടുന്നത് അത്യുത്തമമാണ്. മഞ്ഞൾ ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ്. കന്നിമൂലയിൽ മഞ്ഞൾ തഴച്ചു വളരുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.